നമ്മുടെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ചോദ്യം വന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ലൂസൺ PSCയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവർ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അതുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, മുൻവർഷങ്ങളിൽ ചോദിച്ച കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ് ആണിത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും പൂർണ്ണമായിട്ട് പറയുന്നതാണ്. ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസുകൾക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യത്തെ പോയിന്റ് എന്താ നോക്കാം. ആദ്യത്തെ പോയിന്റ് ആണ് വിവരാവകാശ നിയമം 2005-ലാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയതെന്ന് അറിയാം. 12ാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വിവരാവകാശ നിയമത്തിലെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് ചോദിച്ചാല് വിവരാവകാശ നിയമം 2005-ലെ 12ാമത്തെ വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏത്? അങ്ങനെ ഒരു ചോദ്യം വന്നാല് അതിന്റെ ഉത്തരമാണ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്ന മന്ത്രാലയത്തിന്റെ കീഴിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷൻ ആണ് 12-1. സെക്ഷൻ 12-1. ആ സെക്ഷൻ പ്രകാരം എന്താ പറയുന്നത് നോക്കിയാല്, കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസ്റ്റിലെ വിജ്ഞാപനം വഴി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് അല്ലെങ്കിൽ വകുപ്പാണ് 12-1. അതായത് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസ്റ്റിലെ വിജ്ഞാപനം വഴി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 12-1. ഓക്കെ, ഇനി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാല് CIC ഭവൻ, ന്യൂഡൽഹി. CIC ഭവനാണ് ആസ്ഥാനം, അത് ന്യൂഡൽഹിയിലാണ്. ഇത് ഇപ്പോഴുള്ള ആസ്ഥാനമാണ്. ആദ്യകാലത്ത് ഏറ്റവും ആദ്യം ഉണ്ടായ സമയത്ത് ഉള്ള ആസ്ഥാനം, മുൻപുള്ള ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാല് അഗസ്ത് ക്രാന്തി ഭവനാണ് മുമ്പുള്ള ആസ്ഥാനം. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ ആണ് സെക്ഷൻ 12-2. സെക്ഷൻ 12-2. ഈ സെക്ഷൻ പ്രകാരം എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഈ സെക്ഷൻ 12 പ്രകാരമാണ് വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം പറയുന്നത്. അതായത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും. അതേപോലെ 10-ൽ കുറവായിട്ടുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നതാണ് സെക്ഷൻ 12-2. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ഇത്തരം വകുപ്പുകളൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. പല സ്റ്റേറ്റ്മെന്റുമായിട്ട് വരുന്ന സമയത്ത് ഈ വകുപ്പ് അറിയില്ലേ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും പഠിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാല് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാല് പ്രധാനമന്ത്രി ഉണ്ടാവും, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടി ഉണ്ടാവും. ഇവര് 3 പേരും അടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയുള്ളത്? പ്രധാനമന്ത്രിയുണ്ട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക.
ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ ആണ്, സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, സെക്ഷൻ 12(5). സെക്ഷൻ 12(5). സെക്ഷൻ 12(5) പ്രകാരം എന്താ പറയുന്നതെന്ന് ചോദിച്ചാല്, മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയ സമ്പത്തുള്ളവരും നിയമം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണം, ഭരണ നിർവഹണം എന്നീ മേഖലകളിൽ ഏതെങ്കിലും പരിജ്ഞാനം ഉള്ളവരും ആയിരിക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് ചീഫ് മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കി വെക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതിലെങ്കിലും പരിജ്ഞാനവും പിന്നെ കഴിവും തെളിയിച്ച ആൾക്കാരായിരിക്കണം മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടേണ്ടത്. അത് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12(5). ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടുള്ളതല്ല. ഈ നമ്മൾ പറഞ്ഞു പിന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും പിന്നെ മറ്റ് കമ്മീഷണർമാരെയൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്ന സമിതി പ്രധാനമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയും ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോ ഈ നിർദ്ദേശിക്കുന്ന ആൾക്കാരെ ഒരു മന്ത്രിസഭയിലോ ഒരു നിയമസഭയിലോ ഒരു ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ഏത് നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടുള്ളതല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 12(6). സെക്ഷൻ 12(6) പ്രകാരം എന്താ പറയുന്നതെന്ന് ചോദിച്ചാല്, കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ താഴെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഏതെങ്കിലും പാർലമെന്റിൽ അംഗമാകുക, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസഭയിൽ അംഗമാകുക, നമ്മൾ അതും പറഞ്ഞ കാര്യമാണ്. മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുക, ഏതെങ്കിലും ശമ്പളം ലഭിക്കുന്ന ജോലി ചെയ്യുന്ന ആളാകാൻ പാടില്ല. ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന ആളാവാൻ പാടില്ല. ഓക്കെ, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കുക, ഇതും പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ പിന്നെ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓഫീസറോ ആയിട്ടോ നിയമിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന സെക്ഷൻ ആണ് 12(6). ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 12(6)മായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു വകുപ്പാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പാണ് 12(7). 12(7) പ്രകാരം എന്താ പറയുന്നത്, വകുപ്പ് 12(7) അല്ലെങ്കിൽ സെക്ഷൻ 12(7) എന്താ പറയുന്നതെന്ന് ചോദിച്ചാല്, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറുടെ ആസ്ഥാനം അല്ലെങ്കിൽ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലായിരിക്കും. ഓക്കെ, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലായിരിക്കും. ഇനി ആ വകുപ്പ് തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഓഫീസ് സ്ഥാപിക്കാവുന്നതാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിയ ശേഷം ഈ ഇൻഫർമേഷൻ കമ്മീഷന് ഇന്ത്യയിൽ എവിടെയും ഓഫീസ് സ്ഥാപിക്കാൻ പറ്റുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പും കൂടിയാണ് 12(7). ഓക്കെ, അതും ഒന്ന് ഓർത്തിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ പ്രസിഡന്റ് ഇല്ല. ആരൊക്കെയുള്ളത്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇനി നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാല് പ്രസിഡന്റ് ആണ്. ഓക്കെ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പ്രസിഡന്റിന്റെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? പ്രസിഡന്റിന്റെ മുമ്പില്. ആരാണ് നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ്. ആർക്കാണ് രാജിക്കത്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതും പ്രസിഡന്റിനാണ്. ഓക്കെ, ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പ്രസിഡന്റിൽ മാത്രമാണുള്ളത്. പ്രസിഡന്റിന് മാത്രമാണ് പിന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യാനുള്ള അധികാരം. എങ്ങനെയാണ് നീക്കം ചെയ്യുക? സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം മാത്രമാണ് നീക്കം ചെയ്യാൻ പറ്റുക. സുപ്രീം കോടതിയുടെ ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിന് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യാൻ
സാധിക്കുകയുള്ളൂ. ഓക്കെ, ആ അധികാരം ഉണ്ടാവും. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്, സാധാരണ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ള. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാല് ദീപക് സന്ധു. ദീപക് സന്ധു. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത ആരാന്ന് ചോദിച്ചാല് സുഷമ സിംഗ്. സുഷമ സിംഗ്. ഈ 3 പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ഓക്കെ, ഇനി 2005 തൊട്ട് 2025 വരെയുള്ള കേന്ദ്ര മുഖ്യ ഇൻഫർമേഷൻ ഓഫീസറുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആയത് വജാഹത്ത് ഹബീബുള്ളയാണ്. രണ്ടാമത് AN തിവാരിയാണ്. വജാഹത്ത് ഹബീബുള്ള 2005 തൊട്ട് 2010 വരെയാണ്. AN തിവാരി രണ്ടാമതായിട്ടുള്ള ആളാണ്, 2010 ആയത്. മൂന്നാമതായത് സത്യാനന്ദ മിശ്രയാണ്. സത്യാനന്ദ മിശ്ര 2010 തൊട്ട് 2013 വരെയാണ്. ഇനി നാലാമതായിട്ടുള്ളത് ദീപക് സന്ധു ആണ്. ദീപക് സന്ധു 2013 ദീപക് സന്ധു ആവുന്നത്. നാലാമതായിട്ടുള്ള ആളാണ് ദീപക് സന്ധു ആണ് ഒന്നാമത്തെ വനിത, ഫസ്റ്റ് വനിത. ഓക്കെ, ഫസ്റ്റ് വുമൺ. ഓക്കെ, ഇനി അഞ്ചാമതായിട്ട് വന്നത് സുഷമ സിംഗ് ആണ്. 2013 തൊട്ട് 2014 വരെയാണ് സുഷമ സിംഗിന്റെ കാലയളവ്. ഇതാണ് രണ്ടാമത്തെ വനിത, സെക്കൻഡ് വനിത. ഓക്കെ, ഇനി ആറാമതായിട്ട് വന്ന ആരാന്ന് ചോദിച്ചാൽ രാജീവ് മാത്തൂർ. രാജീവ് മാത്തൂർ 2014 മാത്രമാണ്. ഏഴാമതായിട്ട് വന്നത് വിജയ് ശർമ്മയാണ്, 2015. രാധാകൃഷ്ണ മാത്തൂർ 2016 തൊട്ട് 2018 വരെ, അദ്ദേഹം 8ാമതായിട്ട് വന്നയാളാണ്. ഒമ്പതാമതായിട്ട് വന്നയാള് സുധീർ ഭാർഗവ 2019 തൊട്ട് 2020 വരെയാണ്. 10ാമതായിട്ട് വന്നത് ബിമൽ ജുൽക്ക. ബിമൽ ജുൽക്ക 2020. 11ാമതായിട്ട് വന്നത് യശ്വർദ്ധൻ കുമാർ സിൻഹ. യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്, 2020 തൊട്ട് 2023 വരെയാണ്. അവസാനമായിട്ട് 12ാമതായിട്ട് ഹീരലാൽ സമരിയ. ഹീരലാൽ സമരിയ 2023 നിയമിതനായത്. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഹീരലാൽ സമരിയാണ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് സെക്ഷൻ 13. സെക്ഷൻ 13 എന്താ പറയുന്നതെന്ന് ചോദിച്ചാല് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്നതാണ് സെക്ഷൻ 13. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്നതാണ് സെക്ഷൻ 13. സെക്ഷൻ 13 2019 ഭേദഗതി പ്രകാരം, വിവരാവകാശ നിയമത്തിന്റെ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്തിട്ടുണ്ട്. 13, 16, 27 തുടങ്ങിയ വകുപ്പുകളാണ് ഭേദഗതി ചെയ്തത്. ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനി 2025 വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 5 വർഷക്കാലം ആണ് ഉദ്യോഗത്തിൽ തുടരേണ്ടത്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യേണ്ടത്. അതായത് ഉദാഹരണത്തിന് 2010 ജനുവരി 1 ഇവര് ഉദ്യോഗസ്ഥർ നിയമിക്കപ്പെട്ടു, ഇൻഫർമേഷൻ ഓഫീസറായിട്ട് കമ്മീഷണർമാരായിട്ട് നിയമിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക ജനുവരി 1. അപ്പോൾ 2015 ജനുവരി 1 വരെയാണ് ഇവരുടെ കാലാവധി. ജനുവരി 1 വരെ ആയിരുന്നു. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി. 5 വർഷക്കാലമായിരുന്നു. എന്നാല് അത് പറയാം. ഇങ്ങനെ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥര് പുനർനിയമനത്തിന് അർഹനല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2019 13, 16, 27 വകുപ്പുകളും ഭേദഗതി ചെയ്യുന്നത്. ഈ ഭേദഗതി പ്രകാരം എന്താണ് ഭേദഗതി ചെയ്തതെന്ന് ചോദിച്ചാല് 2019 വിവരാവകാശ നിയമം ഭേദഗതി പ്രകാരം ഈ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ഒക്കെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇതാണ് ഒരു ഭേദഗതി. കേന്ദ്ര സർക്കാരാണ് ഇവരുടെ കാലാവധി തീരുമാനിക്കുന്നത്. ഓക്കെ, പിന്നീടുള്ള ഒരു കാര്യമാണ്, അവർ 65 വയസ്സ് പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. ആരാണ് ഈ അവർ? ഈ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഒക്കെ 65 വയസ്സ് വരെ മാത്രമാണ് ഈ ജോലി ചെയ്യാൻ പറ്റുക. അതിനുശേഷം ഈ ജോലി ചെയ്യാൻ പറ്റില്ല.
ഓക്കെ. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല. അത് 2005 നിയമത്തിലെ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല. ഓക്കെ. ഇനി ഇവിടെയുള്ള മറ്റൊരു പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല, നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇൻഫർമേഷൻ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനാകുന്നതിന് അർഹനായിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും, 10 കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാവും, അല്ലെങ്കിൽ 10 കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാവും. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധി കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമനം നൽകാം. അതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെയുള്ള ഒരു ക്ലോസ് ആണ്. എന്നാൽ ഒരു വ്യക്തി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗ കാലാവധി ഇൻഫർമേഷൻ കമ്മീഷണറായും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായും ആകെ 5 വർഷത്തിൽ കൂടുതലാകാൻ പാടില്ല. മനസ്സിലായോ? നമ്മളിപ്പോ പറഞ്ഞു ഒരു ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമനം നൽകാം എന്ന് പറഞ്ഞു അല്ലെ. ഒന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങൾ ഇപ്പോ ഇൻഫർമേഷൻ കമ്മീഷണറാണ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ല, കമ്മീഷണറാണ്, ഇൻഫർമേഷൻ കമ്മീഷണറാണ്. നിങ്ങൾ ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് 3 വർഷം ജോലി ചെയ്തു. ആ സമയത്താണ് നിങ്ങൾക്ക് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമനം ലഭിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് 2 വർഷം മാത്രമാണ് ജോലി ചെയ്യാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ചാല് അതാണ് ഇവിടെ പറയുന്നത്. ഇൻഫർമേഷൻ കമ്മീഷണറായും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായും ആകെ 5 വർഷത്തിൽ കൂടുതൽ ആ സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. അപ്പൊ 5ഉം 3ഉം 2 5 വർഷമായില്ലേ. അപ്പൊ 2 വർഷം മാത്രമാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത്ര മാത്രമാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 2005 വിവരാവകാശ നിയമപ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ ശമ്പളങ്ങളും ഭത്തകളും മറ്റു സേവന വ്യവസ്ഥകളും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടേതിനും ഇൻഫർമേഷൻ ഇലക്ഷൻ കമ്മീഷണറുടേതിനും തുല്യമായിരുന്നു. 2005 വിവരാവകാശ നിയമപ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളവും ഭത്തകളൊക്കെ ആരിന്റെ ശമ്പളത്തിനും ഭത്തകൾക്കും തുല്യമായിരുന്നു? ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമായിരുന്നു. അതേപോലെ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടേത് ഏതിനായിരുന്നു തുല്യം? ഇൻഫർമേഷൻ ഓഫീസർമാരുടെ ശമ്പളവും ഭത്തകളും ഇലക്ഷൻ കമ്മീഷണറുടേതിനും തുല്യമായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ 2010 ഭേദഗതി ചെയ്ത സമയത്ത് 2010 ഭേദഗതി പ്രകാരം, ഈ വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ശമ്പളങ്ങളും ഭത്തകളും മറ്റു സേവന വ്യവസ്ഥകളും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. 2019 ഭേദഗതി ചെയ്യുന്നത് വരെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഒക്കെ ശമ്പളം ഇലക്ഷൻ കമ്മീഷണർമാരുടെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരുടേതിനൊക്കെ തുല്യമായിരുന്നു. 2019 നിയമം ഭേദഗതി ചെയ്ത സമയത്ത്, 2019 വിവരാവകാശ നിയമം ഭേദഗതി ചെയ്ത സമയത്ത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ശമ്പളവും ഭത്തകളും ഒക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്കും ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കും അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ആവശ്യമായേക്കാവുന്ന ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ ഓഫീസ് സൗകര്യങ്ങൾ, മറ്റേ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയൊക്കെ കേന്ദ്ര സർക്കാർ നൽകണം. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് സെക്ഷൻ 13(3). സെക്ഷൻ 13(3) പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ മുമ്പെയാണ്. എന്ന് വെച്ചാല് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ ഓഫീസറും ഇൻഫർമേഷൻ ഓഫീസർമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. അത് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 13(3). 13(4) എന്താന്ന് ചോദിച്ചാല്
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 13-4. സെക്ഷൻ 13-4. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകരുത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സെക്ഷൻ 14-1. സെക്ഷൻ 14-1 പ്രകാരം എന്താ പറയുന്നതെന്ന് ചോദിച്ചാല്, സെക്ഷൻ 14-1 പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രക്രിയ എന്തൊക്കെയാണ്, ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ നിയമത്തിൽ എന്താ പറയുന്നത് നോക്കാം. രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിന് റഫറൻസ് നടത്തണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാല് രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിന് റഫറൻസ് നടത്തുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നു, രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പില് നീക്കം ചെയ്യേണ്ടതാണ് എന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെയോ കഴിവില്ലായ്മയുടെ കാരണത്താൽ രാഷ്ട്രപതി ഉത്തരവ് മുഖേന നീക്കം ചെയ്യും. ഇപ്പൊ സുപ്രീം കോടതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു പറഞ്ഞില്ലേ, ആ റിപ്പോർട്ടിൽ ഈ ഇദ്ദേഹത്തെ ആയ ഉദ്യോഗസ്ഥനെ നീക്കം ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെയോ കഴിവില്ലായ്മയുടെ കാരണത്താൽ രാഷ്ട്രപതി ഒരു ഉത്തരവ് മുഖേന നീക്കം ചെയ്യും, ഉദ്യോഗസ്ഥനെ കമ്മീഷണറെ നീക്കം ചെയ്യും. ഓക്കെ, ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 14-1. ഓക്കെ, ഇനി സെക്ഷൻ 14-2. സെക്ഷൻ 14-2 പ്രകാരം എന്താ പറയുന്നത് നോക്കിയാല്, സുപ്രീം കോടതിയുടെ റിപ്പോർട്ടിൽ ലഭിച്ചതിന്മേൽ പ്രസിഡന്റ് ഉത്തരവ് പാസ്സാക്കുന്നത് വരെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ മറ്റ് കമ്മീഷണർമാരെയോ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും അന്വേഷണ സമയത്ത് ഓഫീസിൽ ഹാജരാകുന്നത് നിരോധിക്കാനും പ്രസിഡന്റിന് അധികാരമുണ്ട്. ഇപ്പോ പ്രസിഡന്റ് സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിന് റഫറൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഓഫീസിൽ ഹാജരാകുന്നത് നിരോധിക്കാനും അല്ലെങ്കിൽ അധികാരം പ്രസിഡന്റ് ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 14-2. ഓക്കെ, ക്ലിയർ ആണല്ലോ. സെക്ഷൻ 14-3 എന്താണെന്ന് നോക്കിയാല്, സെക്ഷൻ 14-3 പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങളാണ് സെക്ഷൻ 14-3 പ്രതിപാദിക്കുന്നത്. ഓക്കെ, ആ കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല്, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘനം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുക. സദാചാര ലംഘനം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടു എന്ന് രാഷ്ട്രപതിക്ക് തോന്നിയാല് ഇദ്ദേഹത്തെ നീക്കം ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, ഔദ്യോഗിക കാലാവധിക്കുള്ളിൽ അയാളുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾക്ക് പുറമെ ഏതെങ്കിലും ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ ഏർപ്പെടുക. അതായത് ഇപ്പൊ ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ശമ്പളം ലഭിക്കുന്ന വേറൊരു ജോലി ചെയ്താൽ ഇദ്ദേഹത്തെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാരണമാണ്, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ മനസ്സിന്റെയോ ശരീരത്തിന്റെയോ ബലഹീനത കൊണ്ട് ഔദ്യോഗിക കാലത്ത് തുടരുന്നതിന് അയോഗ്യനാകുക. ഇപ്പോ അദ്ദേഹം ശരീരത്തിൽ ഫിസിക്കലിയോ മെന്റലിയോ ഫിറ്റ് അല്ല, ഈ ജോലി ചെയ്യാൻ ഫിറ്റ് അല്ല എന്ന് രാഷ്ട്രപതിക്ക് തോന്നിക്കഴിഞ്ഞാല് അദ്ദേഹത്തെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാരണമാണ്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായോ പ്രവർത്തിക്കുന്നതിന് ഹാനികരമായി ബാധിച്ചേക്കാവുന്ന സമ്പത്തോ മറ്റു താല്പര്യങ്ങളോ ആർജിക്കുക. ഇങ്ങനെ ചെയ്താലും രാഷ്ട്രപതിക്ക് ഇദ്ദേഹത്തെ ആ ഉദ്യോഗസ്ഥനെ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇൻഫർമേഷൻ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിലേക്ക് കടക്കലാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19 രൂപീകൃതമായത്. സെക്ഷൻ 15-2 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് 15-2. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല്, മുഖ്യമന്ത്രി ഉണ്ടാവും, സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും,
മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടിയുള്ള 3 പേർ അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതി. ആരൊക്കെയാണ്? ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും, പ്രതിപക്ഷ നേതാവ് ഓപ്പോസിഷൻ ലീഡർ ഉണ്ടാവും, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി, ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടാവും. ഓക്കെ, ഇത്രയും പേരാണ് ആ സമിതിയിൽ ഉണ്ടാവും. ആരെ? മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിലുള്ള ആൾക്കാർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും നിയമം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, ബഹുജന മാധ്യമം അല്ലെങ്കിൽ മാസ് മീഡിയ, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ വിപുലമായ അറിവും പൊതുപരിചയമുള്ള വ്യക്തികളായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പരിജ്ഞാനമുള്ള ആൾക്കാരായിരിക്കണം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഒക്കെ ആയിട്ട് നിയമിക്കപ്പെടേണ്ടത്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ആളെ വിളിച്ചിട്ട് പിന്നെ സംസ്ഥാനത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണറായോ നിയമിക്കാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും താഴെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെ ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടോ അല്ലെങ്കിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടോ നിയമിതനാവുന്ന ആൾക്കാരെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. പാർലമെന്റിലെയോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയോ അംഗമാകുക. പാർലമെന്റിലോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലോ അംഗമാവാൻ പാടില്ല. മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുക. ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന, ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യുന്ന ആളാവാൻ പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കുക. ഏതെങ്കിലും രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ബിസിനസ്സോ തൊഴിലോ ചെയ്യുക. ഏതെങ്കിലും ബിസിനസ് നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളോ ആവാൻ പാടുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ് നിയമിക്കുന്നത്. സെലക്ട് ചെയ്യുന്ന ആൾക്കാർ, സമിതിയിലെ ആൾക്കാർ ആരെല്ലാം ചോദിച്ചാല് മുഖ്യമന്ത്രിന്റെ, ഓപ്പോസിഷൻ ലീഡറിന്റെ, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. നിയമിക്കുന്നത് ഗവർണർ. ഓക്കെ, ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്ക് മുമ്പാകെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഓക്കെ, ഇനിയുള്ള ഒരു പോയിന്റ് ആണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാൻ ചോദിച്ചാൽ അത് ഗവർണർക്കാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ പാടുള്ളതല്ല. അതായത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായ ആള് പിന്നെ വീണ്ടും കാലാവധിക്ക് ശേഷം മുഖ്യ വിവരാവകാശ കമ്മീഷണറായോ അല്ലെങ്കിൽ കമ്മീഷണറായിട്ടോ നിയമിക്കാൻ പാടുള്ളതല്ല. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു പോയിന്റ് ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. അപ്പൊ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആർക്കായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക? ഇത് കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി കേരളത്തിലെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാല് പാലാട്ട് മോഹൻദാസ് ആണ് പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഇനി നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാല് വി ഹരി നായർ. ഓക്കെ, 2 പേരുകൾ ഓർത്തിരിക്കാം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷൻ ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് സെക്ഷൻ 16. സെക്ഷൻ 16 എന്താ പറയുന്നത് നോക്കിയാല്, ഇനി ഈ സെക്ഷനിൽ എന്താ പറയുന്നത് നോക്കിയാല്, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളും പ്രതിപാദിക്കുന്ന വകുപ്പാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളും പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 16. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 2005 വിവരാവകാശ നിയമപ്രകാരം ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷമാണ് കാലാവധി. നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ പോലെ തന്നെ 5 വർഷമാണ് കാലാവധി. ഇദ്ദേഹം പുനർനിയമനത്തിന് അർഹനല്ല. ഓക്കെ, എന്നാൽ 2019
വിവരാവകാശ നിയമം ഭേദഗതി ചെയ്യുന്നുണ്ട്. ഏതൊക്കെ വകുപ്പുകളായിരുന്നു ഭേദഗതി ചെയ്തത്? 13 ഭേദഗതി ചെയ്തിട്ടുണ്ട്, 16 ഭേദഗതി ചെയ്തിട്ടുണ്ട്, 27 ഭേദഗതി ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 16ാമത്തെ വകുപ്പ് ഭേദഗതി ചെയ്ത സമയത്ത് ഈ സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരാണ് സംസ്ഥാനത്ത് നിയമിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര കാലം അവർ ജോലി ചെയ്യണം, ആ സ്ഥാനത്ത് തുടരണം എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ. ഇനി സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ 65 വയസ്സ് തികഞ്ഞ ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. ഇതേ കേന്ദ്ര സർക്കാർ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കേസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ 65 വയസ്സ് തികഞ്ഞ ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. ഓക്കെ. ഇനി സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. എന്നാൽ നേരത്തെ നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കേസ് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയുള്ള ഒരു കാര്യമാണ്. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെടാൻ അർഹനാണ്. ഒന്നും കൂടി നോക്കാം. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല. എന്നാൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെടാൻ അർഹനാണ്. നമ്മൾ നേരത്തെ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ. അപ്പൊ അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറായും സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായും ആകെ 5 വർഷത്തിൽ കൂടാൻ പാടില്ല. നേരത്തെ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറുടെ കേസ് പറഞ്ഞ അതേ കാര്യമാണ്. അപ്പോ ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഓക്കെ. ഇനി സെക്ഷൻ 16 3 എന്താന്ന് നോക്കിയാല് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണറും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപാകെയാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 16 3. ആർക്കാണ് രാജിക്കത്ത് കൊടുക്കുക? അത് ഗവർണർക്കാണ്. അപ്പൊ രാജിക്കത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാന്ന് ചോദിച്ചാല് 16 4. 16 4 എന്താ പറയുന്നത്? സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണറും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ എളുപ്പമല്ലേ? ഇനി അടുത്തൊരു പോയിന്റ് ആണ് 2005 ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളവും ഭത്തകളും മറ്റ് സേവന വ്യവസ്ഥകളും സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമായിരുന്നു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമായിരുന്നു. ഇപ്പോ അല്ല, തുല്യമായിരുന്നു. അതേപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളവും ഭത്തകളും മറ്റ് സേവന വ്യവസ്ഥകളും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടേതിന് തുല്യമായിരുന്നു. ഇപ്പോഴല്ല. ഓക്കെ. എന്നാൽ 2019 വിവരാവകാശ ഭേദഗതി പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളവും ഭത്തകളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇതിൽ ആവശ്യമില്ല. ഓക്കെ. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്കും ഇൻഫർമേഷൻ കമ്മീഷണർക്കും അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ആവശ്യമായേക്കാവുന്ന ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സംസ്ഥാന സർക്കാർ നൽകേണ്ടതാണ്. ഓക്കെ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇതിൽ ആവശ്യമില്ല. സിമ്പിൾ ആണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്കും ഇൻഫർമേഷൻ കമ്മീഷണർക്കും അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ ഒരു ഓഫീസ് ആവശ്യമുണ്ട്. ആ ഓഫീസിൽ വേണ്ട സ്റ്റാഫിനെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് സെക്ഷൻ 18. സെക്ഷൻ 18 പ്രകാരം എന്താ പറയുന്നത് നോക്കിയാലേ വിവരാവകാശ കമ്മീഷണറുടെ അധികാരങ്ങളും ചുമതലകളുമാണ് പറയുന്നത്. അതെന്തൊക്കെയാന്ന് നോക്കിയാല് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കാത്തതിനാൽ ആർക്കാണോ വിവരാഭ്യർത്ഥന സമർപ്പിക്കാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച് അതിനു വേണ്ട നടപടികളെ സ്വീകരിക്കേണ്ടത് വിവരാവകാശ കമ്മീഷണറാണ്. ഇനി ആര് ആവശ്യപ്പെട്ട വിവരങ്ങളാണ് നിരസിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ആവശ്യമുള്ള വിവരങ്ങൾ നൽകേണ്ടത് വിവരാവകാശ കമ്മീഷണറുടെ ചുമതലയാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്. ഇനി മറ്റൊരു ഡ്യൂട്ടിയാണ് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ആർക്കാണോ തന്റെ വിവരാഭ്യർത്ഥനയോട് പ്രതികരണം ലഭിക്കാതിരുന്നത് അയാൾക്ക് വിവരാവകാശ കമ്മീഷണർ മറുപടി നൽകണം. അവർക്ക് വേണ്ടുന്ന വിവരങ്ങളെ സേവനങ്ങളും വിവരാവകാശ കമ്മീഷണർ നൽകേണ്ടതാണ്.
ഓക്കെ. ഇനി ഈടാക്കുന്ന ഫീസ് യുക്തിരഹിതമാണെന്ന് ആർക്കാണോ തോന്നുന്നത് അദ്ദേഹത്തിന് വേണ്ടുന്ന അദ്ദേഹത്തിന്റെ പരാതികൾ തീർപ്പാക്കേണ്ടത് വിവരാവകാശ കമ്മീഷണറുടെ ചുമതലയാണ്. ഓക്കെ. ഇനി അടുത്തൊരു ചുമതലയാണ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആണെന്ന് ആരാണോ കരുതുന്നത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകേണ്ടത് വിവരാവകാശ കമ്മീഷണറുടെ ചുമതലയാണ്. ഓക്കെ. ഇനി മറ്റൊരു ചുമതലയാണ് വിവരങ്ങൾ നേടുന്നതിനായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കാര്യം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടുന്ന സഹായങ്ങളും അവരുടെ പരാതികളും സ്വീകരിക്കേണ്ടത് വിവരാവകാശ കമ്മീഷണറുടെ ചുമതലയാണ്. ഓക്കെ. ഇനി അധികാരങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് കമ്മീഷന് അതിന്റെ സ്വമേധയായുള്ള അധികാരം ഉപയോഗിച്ച് ഏതു കാര്യത്തിലും അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള അധികാരം വിവരാവകാശ കമ്മീഷനുണ്ട്. ഈ അധികാരത്തെ പറയുന്നത് സുമോട്ടോ പവർ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ. ഇനി വേറൊരു അധികാരമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കമ്മീഷന് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. ഇനി വിവരാവകാശ കമ്മീഷനുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാല് വ്യക്തികളെ സമൻസ് ചെയ്യുന്നതിനും ഹാജരാക്കുന്നതിനും വാക്കാനുള്ളതോ രേഖാമൂലം ഉള്ളതോ ആയ തെളിവുകൾ നൽകുന്നതിനും രേഖകളിലോ വസ്തുതകളോ ഹാജരാക്കുന്നതിന് അവരെ നിർബന്ധിക്കുന്നതിനും രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യപ്പെടുന്നതിനും അധികാരമുണ്ട്. അതേപോലെ തന്നെ സത്യവാങ്മൂലത്തിൽ തെളിവ് സ്വീകരിക്കുന്നതിന് അധികാരമുണ്ട്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖ ആവശ്യപ്പെടുന്നതിനും വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഇനി മറ്റു ചില പോയിന്റുകളാണ് പരാതിയിൽ കമ്മീഷൻ അന്വേഷണം നടത്തുമ്പോൾ എല്ലാ പൊതുരേഖകളും പരിശോധിക്കാനായി കമ്മീഷന് നൽകണം. എല്ലാ പൊതുരേഖകളും ഇപ്പൊ വിവരാവകാശ കമ്മീഷൻ ഒരു പരാതി കൊടുത്തു, ആ പരാതിന്റെ മുകളിൽ വിവരാവകാശ കമ്മീഷൻ ഒരു അന്വേഷണം നടത്തുന്ന സമയത്ത് എല്ലാ പൊതുരേഖകളും വിവരാവകാശ കമ്മീഷന് പരിശോധിക്കാനായിട്ട് നൽകണം. ഓക്കെ. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരു സഭകൾക്ക് മുമ്പിലും അവതരിപ്പിക്കും. അതായത് രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കും. അതേപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് നിയമസഭയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചാനലിൽ ലഭിക്കുന്നതാണ്. നോട്ട് ആവശ്യമുള്ളവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടുകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. PSC പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് CPO എക്സാമിനൊക്കെ ഇനി എന്തായാലും ചോദിക്കുന്നതാണ്. കാരണം CPO എക്സാമിന് പിന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സ്പെഷ്യൽ ടോപ്പിക്സിൽ ഉൾപ്പെട്ട ഒരു ടോപ്പിക്കാണ് വിവരാവകാശ നിയമം. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യം തന്നെയുണ്ട്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ക്ലാസ് കൂടി ആവശ്യമുണ്ട്. ആ ക്ലാസ് കൂടി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തീരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ നോട്ടുകൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.